നമസ്കാരം. ഞാൻ റസാഖ് ശരിയാണ്. അങ്ങനെ നിർണായകമാണ് എന്ന് പറഞ്ഞിരുന്ന 12ാമത്തെ സിറ്റിങ്ങും കഴിഞ്ഞു. അബ്ദുറഹീമിൻ്റെ കേസ് വീണ്ടും കോടതി മാറ്റിവെച്ചു. ഇനി അടുത്ത സിറ്റിംഗ് എന്താണെന്നുള്ളത് നിയമസഹായ സമിതി ജനങ്ങളെ അറിയിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അബ്ദുറഹീമിൻ്റെ പെങ്ങളെ മോനോടാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ, നിങ്ങൾ കുറേ ആളുകൾ നിൻ്റെ കൂട്ടുകുടുംബങ്ങളോ അല്ലെങ്കിൽ റിയാദ് നിയമസഹായ സമിതി അല്ലെങ്കിൽ മറ്റുള്ള സമിതിക്കാർ മറ്റുള്ള ആളുകളൊന്നും ഇന്ന് വരെ ആ ഉമ്മൻ്റെ കരച്ചിലിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 19ാമത്തെ കൊല്ലത്തിലാണ് ആ ഉമ്മ മോനെ പോയി കണ്ടത്. അപ്പോൾ അത് കാണിക്കാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്ത ആളുകളെ ഈ ജവാദ് ദയവായിട്ട് പരിഹസിക്കാതിരിക്കുക. ജവാദ് ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് പോകണം. അങ്ങോട്ട് കയറ്റേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അറിഞ്ഞോടത്തിലൂടെ അങ്ങോട്ട് പോയില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തോ അറിയില്ല, കുടുംബകാര്യങ്ങളാണ്. ഒന്ന് ആ ഉമ്മാനെ പോയിട്ട് കാണുക. എന്നിട്ട് ആ ഉമ്മൻ്റെ ഇന്നത്തെ ആ ഒരു ഉണർവും ഉമ്മൻ്റെ എപ്പോഴത്തെ ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് കാണുക. മകനെ കണ്ടു വന്ന ശേഷം ഉമ്മയിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് കാണേണ്ടി ജവാദ്. എന്നിട്ട് ആ നിൻ്റെ വല്യമ്മ നിൻ്റെ അമ്മോനെ കണ്ടതിൽ ഇനി സന്തോഷിക്കുക വേണ്ട, അല്ലാതെ അതിന് അവസരം കൊടുത്ത ആളുകളെ അപഹസിച്ച് നടക്കലല്ല, അത് നല്ലതല്ല. ശരി. രണ്ടാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് കുടുംബം ഒരു പത്രസമ്മേളനം നടത്തണം. ഇതിൻ്റെ കാര്യങ്ങൾ ഈ ലോക ജനതയോട് വിളിച്ചു പറയണം. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ച ആളുകളോട് ചോദിക്കണം. കുടുംബം പറയുന്നത് റഹീം പറയാത്തത് കൊണ്ടാണ് ഇടപെടാത്തതെന്നാണ്. ഇത്രയും കോടികൾ ഈ ലോക ജനത നിങ്ങൾക്ക് തന്നത് റഹീം പറഞ്ഞിട്ടല്ല, ആ ഉമ്മയും നിങ്ങൾ വീട്ടുകാരും ഈ ജനങ്ങളോട് അപേക്ഷയുടെ പേരിലാണ്. എന്നിട്ടാണ് ആ ദിയാപ്പണം ഇത്രയും കോടികൾ കൊടുത്തത്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്. ഇന്ന് വരെ കേസിൻ്റെ സ്ഥിതിഗതികൾ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായി ഏതാണെന്നുള്ളത് ഇതുവരെ ഒരാൾക്കും അറിയില്ല. നിങ്ങൾക്ക് തീരെ അറിയില്ല, കുടുംബങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. റഹീമിൻ്റെ അവസ്ഥ എന്താണ് എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കേസ് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടാൽ, വിവിധ വിഭാഗങ്ങളുണ്ട്. സൗദി അറേബ്യയുടെ നിയമപ്രകാരം പല വിഭാഗങ്ങളുണ്ട് കേസ്. അത് നമ്മുടെ നാട്ടിലായാലും, നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നൊക്കെ, അതേപോലെ സൗദി അറേബ്യയിലും ചില അപൂർവങ്ങളിൽ അപൂർവമായ കേസുണ്ട്. അത്തരം കേസുകളിൽ ഇത് പെട്ടാൽ കേസിൻ്റെ ഗതി മാറും. ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഇതെന്തെങ്കിലുമൊക്കെ പറയുമ്പം കുറച്ച് ആളുകൾ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും ചീത്ത വിളിക്കാനും കച്ചകെട്ടി ഇറങ്ങിയവരുണ്ട്. ഇവർക്ക് ആരൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, അതൊന്നും ഇപ്പോൾ ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പം 12ാമത്തെ തവണ നിർണായകമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് വാർത്തയിൽ കേട്ടത് റമദാൻ്റെ മുമ്പ് ഒറ്റാണ് തോന്നുന്നു കേസ് ഫയലുകൾ കോടതിയിലേക്ക് അയച്ചിരിക്കുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ് ഹജ്ജാവാനായി. ഇപ്പോൾ ഈ റമദാൻ കേട്ടോ, അതും കഴിഞ്ഞ റമദാനാണ് പൈസ പിരിച്ചത്. അപ്പോൾ ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് നീണ്ടു പോവുകയാണ്. ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് കുടുംബം അന്വേഷിക്കണം. എന്നിട്ട് കുടുംബം അതിന് ജനങ്ങളോട് കാര്യങ്ങൾ പറയുക. അല്ലാതെ ഈ നിയമസഹായ സമിതിയോ മറ്റുള്ള ആളുകളോ പറയുന്നതൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല. കാരണം ജനങ്ങൾ നിന്നത് കുടുംബത്തിൻ്റെ കൂടെയാണ്, ഉമ്മേൻ്റെ കൂടെയാണ്. അപ്പം എന്താണ് ഇനി എന്നുള്ളത്, ഇനിയുള്ള കാര്യങ്ങൾക്ക് ഒരു തുടർ നടപടി ഏത് രീതിയിലുണ്ടാവും എന്നുള്ളത് വ്യക്തമായി അറിയേണ്ടത് കുടുംബത്തിൻ്റെ ആവശ്യമാണ്, ലോകത്തുള്ള മലയാളികളുടെ ആവശ്യമാണ്. അതിന് കുടുംബം തീർച്ചയായും തയ്യാറാവണം. അപ്പോൾ പെങ്ങളെ മോനോട് ഒരിക്കൽ കൂടി പറയാണ്, ഉമ്മാക്ക്
ഉമ്മാൻ്റെ മകനെ കാണിച്ചു കൊടുത്തവരെ അപഹസിക്കാനും പരിഹസിക്കാനും നിൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും അമ്മാവന് വേണ്ടി എന്ന് അന്വേഷിക്കും. ഓക്കെ, ബൈ.